ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മലയാളികൾ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഇഡ്ഡലി ദോശയുടെയും എല്ലാം കൂടെ മിക്കവാറും തയ്യാറാക്കുന്ന ഒരു വിഭവമാണല്ലോ കടലക്കറി. തേങ്ങ വറുത്തരച്ച് ചേർത്തതും കടല അരച്ച് ചേർത്തിട്ടും ഒക്കെ നമ്മൾ പല രീതിയിൽ കടലക്കറി തയ്യാറാക്കാറുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള ഒരു കടലക്കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. കറി തയ്യാറാക്കാനായിട്ട് ഞാൻ 240 ml കപ്പിൽ 1 കപ്പ് കടല ഏകദേശം 7-8 മണിക്കൂർ നേരം കുതിർത്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം കുക്കർ മൂടി ഒരു മിനിമം 4 വിസിൽ വരുന്നത് വരെയെങ്കിലും നമ്മളിത് വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് കുക്കർ നന്നായി തണുത്ത് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ കടലയെല്ലാം നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം കടല വെന്ത് വരാൻ. ഇനി നമുക്കൊരു കടായി അടുപ്പിൽ വെച്ച് ചൂടാക്കാം. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. ഇനി ആദ്യം നമുക്കതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളകും കൂടെ നെടുകെ കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വലിയൊരു സവാള വളരെ പൊടിയായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു കടലയുടെയൊക്കെ ഒരു വലുപ്പം തന്നെ ഉള്ള രീതിയിൽ വേണം നമ്മൾ ആ സവാളയും കൂടെ അരിഞ്ഞെടുക്കാൻ. നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം ആ സവാള. അതുകൊണ്ടാണ് ഞാൻ വളരെ പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് സവാളയെല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കണം. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് വേണം വഴറ്റിയെടുക്കാൻ. പൊടികളൊന്നും കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതുകൂടെ ഒന്ന് വഴന്ന് വരുമ്പോഴാണ് ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസുള്ള തക്കാളിയും ഉള്ളി അരിഞ്ഞതുപോലെ തന്നെ വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ആ തക്കാളിയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കടല ആ ഗ്രേവിയോട് കൂടിയിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ആ മസാലയിലേക്ക് ആ കടലയെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആ മസാലയിൽ കിടന്ന് ആ കടലയൊന്ന് ഒന്നുകൂടെ ഒന്ന് വെന്ത് ആ ചാറൊക്കെ ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് നേരം തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതാ ഇപ്പോൾ ആ കടലയിൽ ഉണ്ടായിരുന്ന ആ ഗ്രേവി എല്ലാം ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ കറി അധികം ഗ്രേവി ഇല്ലാത്ത തിക്കായിട്ടുള്ള ഒരു കറിയാണ്. പക്ഷേ നമുക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കാനും അതുപോലെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനും കുറച്ച് ഗ്രേവി ആവശ്യമാണല്ലോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് കട്ടി തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഒരു 3/4 കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് 240 ml കപ്പിലാണ് ഞാൻ അളവ് പറയുന്നത്. ആ തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം. നമ്മൾ കടലയിലേക്ക് മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. ഇനി ഈ ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് വളരെ അധികമൊന്നും വേണ്ടി വരില്ല. വളരെ കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ഈ സമയത്ത് ഒന്ന് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നമുക്ക് ഇളക്കി മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു 4-5 സെക്കൻഡ് നേരം ഒന്ന് ചൂടായാൽ മതി. ആ സമയത്ത് നമുക്ക് ഓഫാക്കി കളയാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അധികം നേരം തിളപ്പിക്കരുത്. ഇനി മറ്റൊരു കടായിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 1/2 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 ചുവന്നുള്ളിയും കൂടെ കനം കുറച്ച് അരിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് ഇട്ട് അതൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് കടലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ താളിപ്പ് കൂടെ അതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള
നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കടലക്കറി തയ്യാറായിട്ടുണ്ട്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം മല്ലിയില ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ കടലക്കറി ഒന്ന് തയ്യാറാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പുട്ടിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും അപ്പത്തിൻ്റെയും കൂടെ എല്ലാം കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.